ഹായ് ഫ്രണ്ട്സ്, പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. നല്ല പഞ്ഞി പോലെ സോഫ്റ്റായ സ്പെഷ്യൽ ഇൻഗ്രീഡിയൻറ്റ് ചേർത്തൊരു പുട്ടാണ്. കൂടെ പൊട്ടറ്റോയും ഫ്രഷ് പീസും ചേർത്ത നല്ല അടിപൊളി ഒരു കറിയും കൂടി ഉണ്ട്. ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ. കൂടെ ഒരു ലൈക്കും കൂടി. പെട്ടെന്നുണ്ടാക്കാൻ പറ്റിയ കറിയാണല്ലോ നമ്മൾ മിക്കവാറും ചിന്തിക്കുന്നത്. തേങ്ങയൊന്നും അരയ്ക്കാതിരുന്നാലോ, അത് അത്രയും എളുപ്പമല്ലേ. എന്നാൽ ടേസ്റ്റിന് ഒരു വ്യത്യാസവും ഇല്ലാത്തൊരു കറിയാണിത്. 2 പൊട്ടറ്റോയും 2 സവാളയും 2 പച്ചമുളകുമാണ് എടുത്തത്. സവാള സ്ലൈസ് ചെയ്തിട്ടുണ്ട്. ഇത് കുക്കറിലാണ് ഉണ്ടാക്കുന്നത്, അപ്പോൾ പെട്ടെന്ന് റെഡിയാകും. ഇതിൽ ഞാൻ യൂസ് ചെയ്യുന്നത് കടുകെണ്ണയാണ്, മസ്റ്റർഡ് ഓയിൽ. നിങ്ങൾക്ക് വെളിച്ചെണ്ണ യൂസ് ചെയ്യാവുന്നതാണ്. മസ്റ്റർഡ് ഓയിലാണെങ്കിൽ നല്ലതുപോലെ ചൂടാക്കണം. അതിനുശേഷം 1/2 ടീസ്പൂൺ കടുകും 1/2 ടീസ്പൂൺ ജീരകവും ഇടാം. ഇതൊന്ന് പൊട്ടിക്കഴിയുമ്പോഴേക്കും ഇതിൽ നമ്മൾ സ്ലൈസ് ചെയ്ത് വെച്ച സവാള ഇടാം. സവാള ചെറുതായൊന്ന് വഴറ്റിയെടുക്കാം. ഒന്ന് സോഫ്റ്റ് ആയാൽ മതി, കൂടുതൽ ബ്രൗൺ ഒന്നും ആക്കണ്ട. കറിക്ക് ആവശ്യമായിട്ടുള്ള ഉപ്പിട്ട് കൊടുക്കാം. 2 പച്ചമുളക് നെടുകെ കീറിയതാണ്. ഇതിലിനി 1 ടീസ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ചേർക്കാം. പേസ്റ്റ് ഇല്ലെങ്കിൽ സാരമില്ല, ഇഞ്ചിയും വെളുത്തുള്ളിയും കൂടി ചെറുതായിട്ടൊന്ന് മുറിച്ചിടുകയോ അല്ലെങ്കിൽ ചതച്ചിടുകയോ ചെയ്യാം. ആവശ്യത്തിനുള്ള കറിവേപ്പിലയും കൂടി ഇട്ട് കൊടുക്കാം. ഇഞ്ചി വെളുത്തുള്ളിയുടെ പച്ചമണമൊന്ന് മാറിയിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ആവശ്യമായിട്ടുള്ള മസാല ചേർക്കാം. 2 ടീസ്പൂൺ മുളക് പൊടി, 1/2 ടീസ്പൂൺ മല്ലിപ്പൊടി, 1/2 ടീസ്പൂൺ ജീരകപ്പൊടി, 1/2 ടീസ്പൂൺ ഗരം മസാല, 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി. ഇതെല്ലാം കൂടി നന്നായിട്ടൊന്ന് മൂക്കുന്നത് വരെ ഇളക്കി കൊടുക്കാം. അതിനുശേഷം ഇതിൽ ചേർക്കേണ്ടത് തൈരാണ്. 1/4 കപ്പ് ഉടച്ച തൈര് ചേർക്കാം. ഇതിൽ ഞാൻ ടൊമാറ്റോ ചേർക്കുന്നില്ല. ടൊമാറ്റോ ചേർത്തില്ലെങ്കിലും നല്ല ടേസ്റ്റി ആയിട്ടുള്ള കറി ഉണ്ടാക്കാം. ഒരുപാട് പുളിച്ച തൈര് എടുക്കണ്ട, നല്ല ഫ്രഷ് ആയിട്ടുള്ള തൈരാണെങ്കിൽ നല്ല ടേസ്റ്റ് ആയിരിക്കും. തൈരും മസാലയും കൂടി നന്നായിട്ട് മിക്സ് ആയിട്ടുണ്ട്. ഇനി പൊട്ടറ്റോ ചേർക്കാം. നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം. ഇതിൻ്റെ കൂടെ ഇനി ചേർക്കേണ്ടത് ഫ്രഷ് പീസാണ്. ഫ്രഷ് പീസ് ഇപ്പോൾ മിക്കവാറും സൂപ്പർ മാർക്കറ്റുകളിലൊക്കെ കിട്ടുന്നുണ്ട്. നല്ല ഫ്രഷായിട്ട് തന്നെ കിട്ടുന്നുണ്ട്. കൂടുതലും വിൻ്റർ സമയത്ത്, ഡിസംബർ ജനുവരി മാസങ്ങളിലാണ് ഇത് ഉണ്ടാകുന്നത്. ആ സമയത്തൊക്കെ ഫ്രഷായിട്ട് വാങ്ങാൻ കിട്ടും. ഇല്ലെങ്കിൽ ഫ്രോസൺ കിട്ടും എല്ലാ സൂപ്പർ മാർക്കറ്റുകളിലും. അത് ഉപയോഗിക്കാം. 1/4 കപ്പ് പീസ് ചേർത്തിട്ടുണ്ട്. കൂടെ 1 കപ്പ് തിളച്ച വെള്ളവും കൂടി ചേർത്തിട്ടുണ്ട്. ഇത് നന്നായിട്ട് മിക്സ് ചെയ്തതിന് ശേഷം ഇത് വേകാനായിട്ട് നമുക്ക് കുക്കർ അടച്ചു വയ്ക്കാം. 2 വിസിൽ കേട്ടാൽ മതി. ആ സമയം കൊണ്ട് നമുക്ക് വളരെ പൗഷ്ടികമായിട്ടുള്ള പുട്ടുണ്ടാക്കാം. ഈ പുട്ടുണ്ടാക്കുന്നതും ഈ പീസ് ഉപയോഗിച്ചുകൊണ്ട് തന്നെയാണ്. ഈ ഫ്രഷ് പീസിൽ ധാരാളം പ്രോട്ടീനും വൈറ്റമിൻ സിയും അയണും പൊട്ടാഷ്യവും ഫൈബറും ഒക്കെ അടങ്ങിയിട്ടുള്ളതാണ്. പ്രത്യേകിച്ചത് ബ്ലഡ് ഷുഗർ മാനേജ് ചെയ്യാൻ വളരെയധികം സഹായിക്കുന്നതാണ്. കൂടാതെ ദഹന പ്രക്രിയയെയും ഹാർട്ട് ഹെൽത്തിനെയും വളരെയധികം സഹായിക്കുന്നു. മുൻപൊക്കെ നമ്മൾ സാധാരണ വാങ്ങിക്കുന്നത് ഈ ഡ്രൈ പീസാണ്, പീസ് കറിയൊക്കെ വയ്ക്കാനായിട്ട്. ഇപ്പോൾ അതിൻ്റെ ആവശ്യമില്ല. അതിന് പകരമായിട്ട് ഇത്തരം ഫ്രഷ് പീസ് എല്ലാ സൂപ്പർ മാർക്കറ്റുകളിലും അവരുടെ കോൾഡ് സ്റ്റോറേജിൽ ഉണ്ടാകും. വളരെ ടേസ്റ്റിയാണ്. ഇതുകൊണ്ടാണ് ഞാൻ പുട്ടുണ്ടാക്കുന്നത്. 1/2 കപ്പ് പീസ് 1 പച്ചമുളക് ചേർത്ത് പൊടിച്ചെടുത്തതാണ്. ഇത് ഫ്രോസൺ ആയിരുന്നു. അതായത് ഫ്രഷ് പീസാണ് വാങ്ങുന്നതെങ്കിൽ അതെപ്പോഴും ഫ്രീസറിൽ സൂക്ഷിക്കുന്നതാണ് നല്ലത്. 1 വർഷത്തോളം അത് ഒട്ടും കേടാകാതെ ഇരിക്കും. ആവശ്യാനുസരണം ഉപ്പുമാവിലോ മറ്റ് ആഹാര പദാർത്ഥങ്ങളിലോ ചേർത്ത് കഴിക്കാവുന്നതാണ്. പുട്ടുണ്ടാക്കാനായിട്ട് 1 കപ്പ് പച്ചരിപ്പൊടി എടുത്തിട്ടുണ്ട്. അതിൽ നമ്മൾ പൊടിച്ചു വെച്ച പീസ് ചേർക്കാം. ആവശ്യത്തിനുള്ള ഉപ്പ് ചേർക്കാം. ആദ്യം നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. അതിനുശേഷം ആവശ്യാനുസരണം വെള്ളം ചേർത്ത് പുട്ടിന് നനയ്ക്കുന്നത് പോലെ നനച്ചെടുക്കാം. വെള്ളം കുറേശ്ശെയായിട്ട് ഒഴിക്കാൻ ശ്രദ്ധിക്കണം. നമ്മൾ പയറും കടലയും ഒക്കെ കഴിക്കുന്നത് പോലെ ഈ ഗ്രീൻ പീസ് നമ്മുടെ ഭക്ഷണത്തിൽ സ്ഥിരമായിട്ട് ഉൾപ്പെടുത്തേണ്ടതാണ്. പക്ഷേ നമ്മുടെ ആൾക്കാർ അധികം കഴിക്കാറില്ല. ഇപ്പോൾ ഈ പുട്ടുപൊടി ഏകദേശം നനച്ചെടുത്തിട്ടുണ്ട്. ഇങ്ങനെ ഉരുട്ടി എടുക്കുമ്പോൾ ഉരുണ്ട് വരണം. ആ ഒരു രീതിയിൽ നനയണം. ഇനി ഈ കട്ടകളൊക്കെ ഒന്ന് ഉടച്ചെടുക്കാൻ വേണ്ടി ഏറ്റവും എളുപ്പ വഴിയാണ് ഇത് മിക്സിയിലിട്ടൊന്ന് കറക്കിയെടുക്കുക എന്നുള്ളത്. 2-3 സെക്കൻഡ് പൾസ് കൊടുത്ത് എടുത്താൽ മതി. നല്ല പൗഡർ പോലെ ഇത് പൊടിഞ്ഞ് കിട്ടും.
പുട്ടുണ്ടാക്കുന്ന ഒരു ജോലിയേ അല്ല. മാവും വെള്ളവും എല്ലാം കൂടി ഒന്ന് മിക്സ് ചെയ്തിട്ട് മിക്സിയുടെ ജാറിലിട്ട് 1-2 പ്രാവശ്യം ഒന്ന് കറക്കിയെടുത്താൽ തന്നെ നമ്മുടെ പുട്ടുപൊടി റെഡിയായി. ഈ പീസ് ചേർത്തത് കൊണ്ട് നോക്കിക്കേ കളർ എന്ത് ഭംഗിയാണെന്ന്. ഇനി നമുക്കിത് പുട്ടുണ്ടാക്കാം. നമ്മുടെ കറി ഇപ്പോൾ ഇവിടെ റെഡി ആയിട്ടുണ്ട്. 2 വിസിൽ കേട്ട് ഞാൻ ഓഫ് ചെയ്ത് വച്ചേക്കായിരുന്നു. നല്ല കറക്റ്റ് പാകത്തിന് വെന്ത് വെള്ളമൊക്കെ കറക്റ്റായിരുന്നു. ഇനി ഇത് വേറെ ഒന്നും ചെയ്യേണ്ട, ഒരല്പം ഒന്ന് ഉടച്ചെടുക്കാം, വലിയ പീസാണല്ലോ. കറിയുടെ ഗ്രേവി നിങ്ങളുടെ ഇഷ്ടാനുസരണം കൂട്ടുകയോ കുറയ്ക്കുകയോ ഒക്കെ ചെയ്യാം. വെള്ളം ചേർക്കുകയാണെങ്കിൽ തിളച്ച വെള്ളം ചേർക്കുക. ഇനി ഇതിൽ കുറച്ച് മല്ലിയില കൂടി ചേർക്കാം. നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു പൊട്ടറ്റോ കറിയാണ് ഇത്. ചപ്പാത്തിയോടോ പൊറോട്ട, പൂരി, അപ്പം എന്തിനോടൊപ്പം വേണമെങ്കിലും കഴിക്കാൻ സൂപ്പറാണ്. സാധാരണ പുട്ടിനോട് പയറും അല്ലെങ്കിൽ കടലയും ഒക്കെ അല്ലേ ഉണ്ടാക്കുന്നത്. എന്നാൽ ഇത് പുട്ടിൻ്റെ കൂടെ തന്നെ ഇത്രയും പ്രോട്ടീനായിട്ടുള്ള പീസ് കൂടി ചേർത്തത് കൊണ്ട് പൊട്ടറ്റോ ആകാമെന്ന് വെച്ചു. പുട്ടുണ്ടാക്കാനായിട്ട് ചെറിയ ചിരട്ട പുട്ടാണ് ഞാൻ ഉണ്ടാക്കുന്നത്. അപ്പോൾ ആവശ്യാനുസരണം തേങ്ങ ഇടാം. പുട്ടിനാണെങ്കിൽ എത്ര തേങ്ങ ഇട്ടാലും അത്രയും ടേസ്റ്റാണ് കിട്ടുന്നത്. മുഴുവൻ മാവ് വേണമെങ്കിലും ഇടാം. ഞാനിത് ഇടയ്ക്ക് വീണ്ടും തേങ്ങ ഇടുന്നുണ്ട്. ഇപ്പോൾ നമ്മൾ ഈ അരിപ്പൊടിയിലല്ലേ പീസ് മിക്സ് ചെയ്തത്. ഇതുപോലെ റാഗിയിലോ ഗോതമ്പ് പൊടിയിലോ കോൺമീലിലോ ബേസനിലോ ഒക്കെ ചേർത്ത് പുട്ടുണ്ടാക്കാം. ഒരല്പം തേങ്ങ കാണാനൊരു ഭംഗിക്ക് വേണ്ടി മുകളിലിട്ടതാണ്. ഇനി നമുക്കിത് കുക്കറിൽ വയ്ക്കാം. ഒരു 2-3 മിനിറ്റ് കൊണ്ട് തന്നെ ഈ പുട്ട് റെഡിയാകും. നോക്കിക്കേ, കിച്ചൻ്റെ വിൻഡോയിലൂടെ കാണുന്ന കാഴ്ചയാണ്. കുറേ സമയം കൊണ്ടിരിക്കുകയാണ് ഈ കുക്ക്. ചെറുതായിട്ടൊന്ന് മഴ പെയ്തു. അപ്പോൾ അതിൻ്റെ ഒരു രസത്തിലിങ്ങനെ സുഖിച്ചിരിക്കുകയാണെന്ന് തോന്നുന്നു. 2-3 മിനിറ്റായി നമ്മുടെ പുട്ട് റെഡി ആയിട്ടുണ്ട്. ആവി വരുന്നത് നോക്കിക്കേ. കുക്കർ ഓഫ് ചെയ്തിട്ട് പുട്ട് നമുക്കെടുക്കാം. പുട്ടൊക്കെ എടുക്കുമ്പോൾ 1-2 മിനിറ്റ് ഒന്ന് തണുത്തതിന് ശേഷം ഇത് മറിച്ചിടാൻ നോക്കുക. അല്ലെങ്കിൽ പെട്ടെന്ന് പൊടിയാനൊക്കെ ഉള്ള സാധ്യതയുണ്ടല്ലോ. അതിന് പുട്ടുകുറ്റിയിലായാലും. ഈ പുട്ടിൻ്റെ കളർ നോക്കിക്കേ എന്ത് ഭംഗിയാണെന്ന്. ഇത് ആർക്ക് കൊടുത്താലും അവർ ചോദിക്കും ഇത് എന്തുകൊണ്ടാണ് ഇത് ഉണ്ടാക്കിയിരിക്കുന്നതെന്ന്. ആർക്കും അറിയുകയില്ല ഇതിൽ ചേർത്തിരിക്കുന്നത് പീസാണെന്ന്. വളരെ ടേസ്റ്റാണ്. പീസിന് ചെറുതായിട്ടൊരു മധുരമൊക്കെ ഉണ്ടല്ലോ. ഞാനൊരു പച്ചമുളക് കൂടി ചേർത്തിട്ടുണ്ട്. പക്ഷേ ഇതിൻ്റെ ടേസ്റ്റ് അപാരമാണ്. തണുത്താലും നല്ല സോഫ്റ്റായിട്ട് തന്നെ ഇരിക്കും. അതുപോലെ പുട്ടിന് നല്ലൊരു കോമ്പിനേഷനാണ് ഈ പൊട്ടറ്റോ കർഡ് കറി. അപ്പോൾ ഇത് രണ്ടും നിങ്ങൾ ട്രൈ ചെയ്യുമല്ലോ. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. വീണ്ടും പുതിയൊരു വീഡിയോയിലൂടെ കാണാം. താങ്ക് യു ഫോർ വാച്ചിങ് മദേഴ്സ് കുക്കിംഗ് ലാബ്.